ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് നമ്മുടെ സിബിൽ സ്കോറിനെ അഫക്റ്റ് ചെയ്യാണ്ട് നമുക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കേണ്ടത്, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വൺ ഓഫ് ദി മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്. അപ്പോൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ നിങ്ങൾ 30% മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഭയങ്കരമായിട്ട് കുറയും. ഭയങ്കരമായിട്ട് അത് ഡ്രാസ്റ്റിക്കലി നമ്മുടെ സിബിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെ കറക്റ്റായിട്ട് അടയ്ക്കാം, അത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് കറക്റ്റായിട്ട് അടയ്ക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ബില്ല് ജനറേറ്റ് ആവാനായിട്ട് മുമ്പ് അടച്ചാൽ കുഴപ്പമുണ്ടോ, അത് ഇങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 2 ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. GHH വേൾഡ് ചാനലിൻ്റെ പേര്. അതിൽ നമ്മൾ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകൾ നമ്മളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളതിൽ ഇങ്ങനെ ഡീൽസുകളും ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇപ്പോൾ ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡ്സുകളുണ്ട്. ഇവിടെ ക്രെഡിറ്റ് കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളുണ്ട്. SBI ഉണ്ട്, RBL ഉണ്ട്, ആക്സിസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അറിയാം, എല്ലാ മാസവും നമുക്ക് ആക്ച്വലി ഈ ക്രെഡിറ്റ് കാർഡ് എന്താ പറയുക ക്രെഡിറ്റ് കാർഡ് പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇഷ്യൂവേഴ്സ് ശരിക്കും സിബിലിനെ, അതായത് നമ്മുടെ സിബിൽ എക്സ്പീരിയൻ അങ്ങനത്തെ എന്താ പറയുക ക്രെഡിറ്റ് ഏജൻസികൾക്ക് എല്ലാ മാസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിക്ക എല്ലാ ബാങ്കുകളും ക്രെഡിറ്റ് കാർഡുകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മന്ത് എൻഡിലായിരിക്കും. അതായത് 30, 31 അല്ലെങ്കിൽ 1, 2 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ റിപ്പോർട്ടിംഗ് വരിക. ചില ബാങ്കുകൾ മാത്രം 1-2 ബാങ്കുകൾ മാത്രം ആക്സിസ് അങ്ങനെ കുറച്ച് ബാങ്കുകൾ മാത്രം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് എല്ലാം അങ്ങനെ ഫോളോ ചെയ്യാറില്ല. മിക്കതും എല്ലാം മന്തിൽ തന്നെ റിപ്പോർട്ട് ആവും കേട്ടോ. അപ്പോൾ ഇതാണ് ആക്ച്വലി നമുക്ക് എപ്പോഴാണ് നമ്മുടെ സിബിലിലേക്ക് ഈ സാധനം റിപ്പോർട്ട് ആവണതിൻ്റെ ഒരു ഐഡിയ. പിന്നെ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നമ്മുടെ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ എൻ്റെ ആകെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളൂ. നമുക്ക് 2 സിനാരിയോ പറയാം. എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളത് എനിക്കൊരു 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ്, ടോട്ടൽ ലിമിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ അതിൽ നമുക്കിപ്പോൾ എൻ്റെ ബില്ല് ജനറേറ്റ് ആവുന്നത് മാസം പകുതിയിലാവും വിചാരിക്കുക, 15-ാം തീയതി ആവും വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൽ ആ 1 ലക്ഷത്തിൽ നമ്മൾ 75,000 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 15-ാം തീയതി ആവാനായിട്ട് മുമ്പ് ആക്ച്വലി നിങ്ങൾ ബില്ല് അടച്ചില്ലെങ്കിൽ, അതായത് ബില്ല് ജനറേറ്റ് ആവാനായിട്ട് മുമ്പ് ബില്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ അടയ്ക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബില്ല് അടയ്ക്കാം. ബില്ല് ജനറേറ്റ് ആയില്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അതിലേക്ക് ക്യാഷ് അടയ്ക്കാം. അത് നിങ്ങൾ അവിടെ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 15-ാം തീയതി ആയിക്കഴിഞ്ഞാൽ ഈ 75,000 രൂപ ബില്ല് വന്നത് നമ്മൾ യൂസ് ചെയ്ത് ബില്ല് ജനറേറ്റ് ആകും. അതായത് നമ്മൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കൂടി 75% ആയില്ലേ, അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ കുറയും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാൻ ഈ 15-ാം തീയതി എത്താനായിട്ട് മുമ്പ് തന്നെ നിങ്ങളൊരു 50% ആ 75,000-ൻ്റെ ഒരു 50,000 രൂപയൊക്കെ അടയ്ക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അങ്ങനെ അത് ഒറ്റയടിക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 10,000 വെച്ചിട്ട് അങ്ങനെ മൾട്ടിപ്പിൾ എൻട്രീസ് ആയിട്ടും അടയ്ക്കാം. ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിൽ അടയ്ക്കാം. ആ എമൗണ്ട് ആയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ബില്ല് ജനറേറ്ററാണ്. ബില്ല് അടയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റയടിക്ക് തന്നെ ആ എമൗണ്ട് അടയ്ക്കണം നിർബന്ധമൊന്നുമില്ല. എത്ര പാർട്ടിക്കിൾസ്, എത്ര എന്താ പറയുക സ്റ്റെപ്സ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ആ എമൗണ്ട് 30% കുറവാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ബില്ല് ജനറേറ്റ് ആക്കാൻ നോക്കുക. അത് 0 ആക്കണ്ട. എന്തെങ്കിലും ഒരു യൂട്ടിലൈസേഷൻ വരുന്ന പോലെ മാത്രം ബില്ല് അടയ്ക്കുക കേട്ടോ. ഇപ്പോൾ 75,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുൾ 75,000 അടയ്ക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഒരു 10,000, 5,000 ബാക്കി വയ്ക്കാം ബില്ല് ജനറേറ്റ് ആവാൻ. അപ്പോൾ ആ എമൗണ്ട് മാത്രമേ നമുക്ക് സിബിലിലേക്ക് റിപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ യൂട്ടിലൈസേഷൻ നല്ല അണ്ടർ കൺട്രോളാണ്. അപ്പോൾ നിങ്ങൾക്ക് സിബിൽ നല്ലോണം ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് നോക്കുക. ഇങ്ങനെ ടോട്ടൽ ലിമിറ്റ് നോക്കുക. ഇപ്പോൾ 2 ക്രെഡിറ്റ് കാർഡ് 2 ലക്ഷം 1 ലക്ഷം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലിമിറ്റ് 2 ലക്ഷമായി. ആ സമയത്ത് നമ്മൾ 75,000 ഉപയോഗിച്ചുള്ളതെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ലിമിറ്റിൻ്റെ ഒരു 75% എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 50%-ൻ്റെ താഴെ വരുന്നുള്ളൂ. 50%-ൻ്റെ താഴെ വരുന്ന ഓൾമോസ്റ്റ് ഒരു ബോർഡർ ലൈൻ 40 സംതിങ് ഒക്കെ വരും. വേണമെങ്കിൽ ഒരു 60,000 വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 30%-ൻ്റെ റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പം നമുക്ക് സിബിൽ സ്കോറിന് വലിയ കാര്യത്തിൽ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബില്ല് ജനറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അടച്ചാൽ മതി, ഇഷ്യൂസ് ഇല്ല. അപ്പം നമ്മുടെ ടോട്ടൽ ലിമിറ്റിനാണ് നോക്കേണ്ടത് യൂട്ടിലൈസേഷൻ, അല്ലാണ്ട് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ യൂട്ടിലൈസേഷൻ റേഷ്യോ എല്ലാം നോക്കേണ്ടത്. അതായത് നിങ്ങളൊരു 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആ 5 ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് എല്ലാം കൂടി ടോട്ടൽ ഒരു 5 ലക്ഷം ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ടോട്ടൽ ലിമിറ്റ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ആ 5 ക്രെഡിറ്റ് കാർഡിനും കൂടിയിട്ടുള്ള ടോട്ടൽ ലിമിറ്റിൻ്റെ 30% കൂടുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി യൂട്ടിലൈസേഷൻ റേഷ്യോ. ഒരു കാർഡിൻ്റെ ഇപ്പോൾ കൂടിയോണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് അടുത്തൊരു മെയിൻ പോയിന്റ് ആണത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മിക്ക ആൾക്കാരുടെ കയ്യിലും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് എന്തായാലും ഉണ്ടായിരിക്കും. മിനിമം 2-3 ക്രെഡിറ്റ് കാർഡ്സ് എന്തായാലും ഉണ്ടായിരിക്കും.
അപ്പോൾ ഈ 3 കാർഡുകളുടെയും കൂടിയിട്ടുള്ള ടോട്ടൽ ലിമിറ്റിൻ്റെ 30% നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് ഒരു കാർഡിൻ്റെ അല്ല നോക്കേണ്ടത്. ഒരു കാർഡ് നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ഉപയോഗിച്ചാലും ബാക്കി 2 കാർഡുകളും കൂടിയിട്ട് നമുക്ക് ടോട്ടൽ ലിമിറ്റ് കൂടിയിട്ട് 30% താഴെ വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അങ്ങനെ സുഖമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ അതും നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വേറൊരു പോയിന്റാണ്, നിങ്ങളെപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയി, അതായത് 16-ാം തീയതി ബില്ല് ജനറേറ്റ് ആയി, ഇനി നമുക്ക് ഡ്യൂ ഡേറ്റ് വരെ മിക്കതും അടുത്ത മാസം 2-ാം തീയതിയോ 3-ാം തീയതിയോ 1-ാം തീയതി ആയിരിക്കും. അപ്പോൾ ആ ഡ്യൂ ഡേറ്റിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും ഈ ബില്ല് അടയ്ക്കാൻ നോക്കുക. എന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഇത് ക്രെഡിറ്റ് ആയില്ല, ലാഗ് ആയി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ടൈമുണ്ട് അത് എന്താ പറയുക, അത് മാനേജ് ചെയ്ത് പോകാൻ. ഇപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ പോയി ബില്ല് അടച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം കയറിയില്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ ഡ്യൂ ആവും. അപ്പോൾ ശരിക്കും നമുക്ക് RBIയുടെ പ്രകാരം നമുക്ക് 3 ദിവസം ഒരു എക്സ്ട്രാ പീരീഡ് ഉണ്ട്. ആക്ച്വലി അവർ പറയുന്നുണ്ട് 3 ദിവസം എക്സ്ട്രാ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ശരിക്കും റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കുള്ളൂ. പക്ഷെ എന്നാലും ചിലപ്പോൾ ആ സമയത്തിനുള്ളിലും ആയില്ലെങ്കിലോ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മിനിമം ഒരു 7 ദിവസം ഒരാഴ്ചയെങ്കിലും ഒരു ഗ്യാപ്പ് വെച്ചിട്ട് മാത്രം ബില്ലടയ്ക്കാട്ടോ. ഇപ്പോൾ വൺ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വൺ കാർഡ് ആപ്പ് ത്രൂ ഒക്കെ ബില്ലടയ്ക്കുകയാണെങ്കിൽ അപ്പം തന്നെ സാധനം ക്രെഡിറ്റ് ആവും. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള ആപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് ത്രൂ അടയ്ക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു 99% ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാക്സിമം ഉപയോഗിക്കുന്നത് ക്രെഡാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ക്രെഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതുകൂടെ ഡൗൺലോഡ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ റെഫർ ലിങ്കാണ്. അപ്പോൾ അതുകൂടെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രൂവലും കിട്ടും. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബില്ല് അടയ്ക്കാം. സുഖമായിട്ട് UPI ത്രൂ അടയ്ക്കാം. അപ്പോൾ തന്നെ നോർമലി നിങ്ങൾക്ക് ബില്ല് വരും. പക്ഷേ എന്നാലും നമുക്കൊരു സേഫർ സൈഡിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും ഗ്യാപ്പ് വെച്ചിട്ട് ഡ്യൂ ഡേറ്റ് വെച്ച് ഗ്യാപ്പ് വെച്ചിട്ട് മാത്രം ഈ സാധനം അടയ്ക്കാൻ നോക്കട്ടെ. മറക്കേണ്ടത് മെയിൻ പോയിന്റാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ അടയ്ക്കാണ്ട് കുറേ പേർക്ക് പണി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് അറിയുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവരുടെ കാര്യം നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽ കാണാത്ത പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യാനും മറക്കണ്ട. ബൈ.